കോഴിക്കോട് കോൺഗ്രസ് ഹർത്താലിനിടെ അക്രമ പരമ്പര. മിഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലെ സർവീസ് തടയാനെത്തിയ കോൺഗ്രസുകാരെ ജീവനക്കാർ പ്രതിരോധിച്ചു. ഇതോടെ കോൺഗ്രസുകാരും ബസ് ജീവനക്കാരും തമ്മിൽ കയ്യാങ്കളിയായി. മുക്കത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഹർത്താലിന്റെ ഭാഗമായി വാഹനങ്ങൾ തടഞ്ഞു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ചേരുന്നുണ്ട്. ബെൻസൺ, ഇപ്പോഴും ഈ അക്രമം തുടരുന്നതായിട്ടാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 10 മണി വരെ സമാധാനപരമായിരുന്നു ഈ ഒരു ഹർത്താൽ. എന്നാൽ 10 മണിക്ക് ശേഷം അത് പരസ്യമായിട്ടുള്ള സംഘർഷങ്ങളിലേക്ക് പോകുന്ന ഒരു സാധ്യതയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ദീർഘദൂര സർവീസിനായി പോകുന്ന സ്വകാര്യ ബസ്സുകളെല്ലാം തന്നെ തടയുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഈ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. എന്നാൽ രാവിലെ 6 മണി മുതൽ ഹർത്താൽ ആരംഭിച്ചു. ഏകദേശം 9 മണി യാതൊരു വിധത്തിലുള്ള പ്രകോപനമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ശേഷമാണ് ഇത്തരത്തിൽ പരസ്യമായിട്ടുള്ള വഴിതടയൽ അടക്കമുള്ള സമര രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള നേതൃത്വത്തിലുള്ള ആളുകൾ പോയത്. നിലവിൽ സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ബസ്സുകൾ തടയുകയും ചെയ്യുന്നൊരു സാഹചര്യമാണുള്ളത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന വാഹനങ്ങൾ പിന്നെ പുറത്തേക്ക് വിടാനോ മറ്റ് സർവീസുകൾ നടത്താനോ ഇവർ അനുവദിക്കുന്നില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ DCCയുടെ നേതൃത്വത്തിൽ വലിയൊരു ഇപ്പോൾ ബസ് അടക്കം കൂടുതൽ ആളുകൾ എത്തിച്ചേരുകയും ഈ ബസ്സുകൾ തല്ലിപ്പൊളിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നു. ഇതിനെതിരെ പോലീസിന്റെ നേതൃത്വത്തിലും പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സമരക്കാരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടന്നത് ബസ് തല്ലിപ്പൊളിക്കാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. വലിയ രീതിയിലുള്ള അക്രമങ്ങളിലേക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോട് മാത്രമല്ല മുക്കത്തടക്കം ഇത്തരത്തിൽ വാഹനങ്ങൾ തടയുകയും കടകൾ നിർബന്ധപൂർവ്വം അടപ്പിക്കുകയും ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കുന്നു. നിലവിൽ സമരക്കാരെ പോലീസ് നേരിടുന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ കണ്ണൂരിലേക്ക് സർവീസിന് തയ്യാറെടുത്ത ഒരു ദീർഘദൂര ബസ് സമരക്കാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടയുകയും ആ ബസ് ജീവനക്കാരുമായി അവർ വാക്കേറ്റപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ബസ് ജീവനക്കാർ ഓടിക്കുന്ന കാഴ്ചയടക്കം നമ്മൾ കണ്ടു. തുടർന്നാണ് ഇത്തരത്തിൽ കൂടുതൽ സമരക്കാർ എത്തിച്ചേരുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ സംഘർഷങ്ങളിലേക്ക് ചെയ്തത്. നിലവിലിപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് വാഹനങ്ങളെല്ലാം തന്നെ കൂടിക്കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. വലിയ ബ്ലോക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസുമായി സമരക്കാർ വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ വലിയ പ്രതിഷേധങ്ങളിൽ കാര്യങ്ങൾ പോവുകയാണ്. സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ തടയുന്ന ഒരു അവസ്ഥ, കാറുകളടക്കം തടയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ വലിയ സംഘർഷത്തിന് കോഴിക്കോട് സാക്ഷിയാകുന്നു. ഇന്നലെ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയഞ്ചേരി സ്കൂളിന് മുമ്പിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെ എന്താണോ കണ്ടത് അതിന്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് കാണുന്നത്. വലിയ രീതിയിലുള്ള സംഘർഷം പോകുന്നു. ഇടവിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നു. നിലവിൽ സമരക്കാരെ റോഡിന് നടുക്ക് നിന്ന് മാറ്റാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്നാൽ അതിന് അനുനയ ശ്രമത്തിന് സമരക്കാർ തയ്യാറാകുന്നില്ല. കൂടുതൽ പോലീസ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സമരക്കാരെ മാറ്റാനുള്ള ശ്രമം തുടരുകയാണെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം സമരക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. നിരവധി സ്വകാര്യ വാഹനങ്ങളും അതോടൊപ്പം തന്നെ KSRTC അടക്കമുള്ള ബസ്സുകളും നിലവിലിപ്പോൾ പോകാനാവാതെ റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. പോലീസിനെതിരെ പോലും വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. നേരത്തെ നമ്മൾ ബസ്സുകളടക്കം
നിലവിൽ കോഴിക്കോട് ഹർത്താലിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അക്രമം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ബസ്സുകൾ തടഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള ഹർത്താൽ പ്രതിഷേധം അക്രമാസക്തമായി മാറുന്ന സാഹചര്യം ആണ് ഉണ്ടായിരിക്കുന്നത്. ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ തടയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ബസ് ജീവനക്കാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. പിന്നാലെ പോലീസിനെതിരെ മുദ്രാവാക്യം വിളികളുമായി ഇപ്പോൾ പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയാണ്. കോഴിക്കോട് റിഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെയാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. മുക്കത്തും സമാനമായ രീതിയിൽ കടകൾ അടപ്പിച്ചുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചു എന്നാരോപിച്ചാണ് കോഴിക്കോട് ഹർത്താൽ പ്രഖ്യാപിച്ചത്. ആ ഹർത്താലിൻ്റെ ആദ്യ മണിക്കൂറുകൾ സമാധാനപരമായിരുന്നു. വലിയ തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് ഈ അക്രമ സംഭവത്തിലേക്ക്, അക്രമ നിലപാടിലേക്ക് ഈ ഹർത്താലിൻ്റെ ഒരു രൂപം മാറിയത്. പിന്നാലെ ബസ്സുകൾ തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള ഹർത്താൽ അനുകൂലികൾ ബസ്സുകൾ തടയുകയും ജീവനക്കാരുമായി ഏറ്റുമുട്ടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ബെൻസൺ ബാബു തുടരുന്നുണ്ട്. ബെൻസൺ, രാവിലെ സമാധാനപരമായിരുന്നു. ഒരുപക്ഷെ വലിയ തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. പിന്നീട് പെട്ടെന്നാണ് ഈ സമരത്തിൻ്റെ ഹർത്താലിൻ്റെ രൂപം മാറുന്നത്. എന്താണ് അതിലേക്ക് നയിച്ച കാരണങ്ങൾ? ഇപ്പോൾ എന്താണ് സ്ഥിതിവിശേഷം? ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കടകൾ അടപ്പിക്കുകയോ വാഹനങ്ങൾ തടയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീടാണ് ഏകദേശം 10 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ പരസ്യ പ്രകടനങ്ങളിലേക്ക്, അല്ലെങ്കിൽ വാഹനങ്ങൾ തടയുന്നത് കടകൾ അടപ്പിക്കുന്ന അടക്കമുള്ള പരസ്യ പ്രകടനങ്ങളിലേക്ക് ഇത്തരത്തിൽ സമരാനുകൂലികൾ കടന്നിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് മുഫീസിൽ ബസ് സ്റ്റാൻഡ്, അതായത് പുതിയ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് ഇത്തരത്തിൽ വാഹനങ്ങൾ തടയുന്നത്. അതായത് ദീർഘദൂര ബസ്സുകൾ, സ്വകാര്യ ദീർഘദൂര ബസ്സുകൾ തടഞ്ഞുകൊണ്ടാണ് ഇവർ ഈ പ്രതിഷേധം നടത്തുന്നത്. വാഹനങ്ങൾ പൂർണ്ണമായും തടയുന്നു. റോഡിന് നടുവിൽ സംസ്ഥാന പാതയിൽ ഇറങ്ങി നിന്ന് വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ നടന്ന ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നിട്ടുള്ള സംഘർഷങ്ങളിൽ പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചു എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ CPM-ന്റെ നേതൃത്വത്തിൽ അവിടെ നടത്തിയ ആക്രമണങ്ങൾ, CPM-ന്റെ നേതൃത്വത്തിലാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. ഈ ബാങ്ക് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം CPM-ന്റെ നേതൃത്വത്തിലുണ്ടായി. അതിന് അവിടെ സംഘർഷമുണ്ടായി. ആ സംഘർഷം പോലീസ് കണ്ണും കെട്ടി നോക്കി നിന്നു എന്നീ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ സമരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ഹർത്താലിലേക്ക് കോൺഗ്രസ് ഇന്ന് കടന്നിട്ടുള്ളത്. ആദ്യ മണിക്കൂറുകളിൽ യാതൊരു പ്രകോപനപരമായിരുന്നില്ല. എന്നാൽ പിന്നീട് ഇതൊരു വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്നു, വലിയ ആക്രമണങ്ങളിലേക്ക് കടക്കുന്നു. ആദ്യഘട്ടത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കാഴ്ചയടക്കം നമ്മൾ കണ്ടു. അതിൽ ഈ സ്വകാര്യ ബസ് ജീവനക്കാർ കൂട്ടമായി എത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്ന അടക്കം കണ്ടു. അതിലെ പ്രതിഷേധിച്ചുകൊണ്ടാണ് കൂടുതൽ വാഹനങ്ങൾ തടയുന്നതിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്നിട്ടുള്ളത്. നിലവിൽ ഇപ്പോഴും ഈ സംസ്ഥാന പാതയിൽ നടുവിലേക്ക് ഇറങ്ങി നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ ഒരു ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ ഹർത്താലിനോട് എങ്ങനെയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്? ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ ഏകദേശം 6 മണി തൊട്ട് തന്നെ ഈ സമരം ഏത് രീതിയിലാണ് എന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത്രത്തോളം ഭാഗികം എന്ന് തന്നെ പറയണം. കൂടുതൽ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലുണ്ടായിരുന്നു. കടകൾ പൂർണ്ണമായും അടച്ചിട്ടുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ കൂടുതൽ യാത്രക്കാരുണ്ടായിരുന്നു. അങ്ങനെ സമരം ഭാഗികമായിരുന്നു. എന്നാൽ അത്തരത്തിൽ ഭാഗികമായതുകൊണ്ടായിരിക്കണം വീണ്ടും വലിയ പ്രതിഷേധത്തിലേക്ക് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ, പ്രതിഷേധക്കാർ നീങ്ങിയിട്ടുള്ളത്. സമരത്തെ പൂർണ്ണ തോതിൽ അംഗീകരിക്കാൻ ജനങ്ങൾ തയ്യാറല്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഒരു ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക്, ഒരു ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷം, അതിന്റെ പേരിൽ ഒരു ജില്ല പൂർണ്ണമായും അടച്ചുകൊണ്ട് ഒരു ഹർത്താൽ ആചരിക്കേണ്ടതുണ്ടോ എന്നതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു സമരത്തിനെ അനുകൂലിക്കാൻ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറാവാത്തത്. അത്തരത്തിൽ സമരം പൊളിയുമെന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴായിരിക്കും ചിലപ്പോൾ ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ DCCയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു പ്രതിഷേധ പ്രകടനം DCC ഓഫീസിൽ തുടങ്ങി കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ അവസാനിക്കുന്ന രീതിയിലുള്ള വലിയ പ്രതിഷേധം അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഈ ഒരു മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. കാരണം ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ നിരവധി യാത്രക്കാരുണ്ട്. ഒപ്പം തന്നെ ഈ ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന യാത്രക്കാരുണ്ട്. അവരെയൊക്കെ ഇപ്പോൾ വഴിയിൽ തടഞ്ഞിട്ടുണ്ട്. ഇവരെ യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ?
ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആദ്യഘട്ടത്തിൽ വലിയ പ്രകോപനപരമായിരുന്നില്ല, അക്രമാസക്തമായിരുന്നില്ല ഈ സമരം. അതിനാൽ തന്നെ ഇത്രത്തോളം ആളുകൾ പുറത്തിറങ്ങി നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളെ നിർത്തി ഇറങ്ങേണ്ടി വരുമെന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പോലീസിനുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ആൾട്ടർനേറ്റീവ് സംവിധാനം ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നിലവിൽ ഈ അല്പസമയത്തേക്ക് ആളുകളോട് പുറത്തിറങ്ങി നിൽക്കൂ, അത് കഴിഞ്ഞ് മറ്റ് സംവിധാനം ഉണ്ടാക്കാമെന്നാണ് പോലീസ് പറയുന്നത്. മറ്റ് ആൾട്ടർനേറ്റീവ് സംവിധാനങ്ങൾ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നിലവിൽ ഈ സൂചിപ്പിച്ചതുപോലെ നിരവധി സ്വകാര്യ വാഹനങ്ങൾ, അതുപോലൊപ്പം തന്നെ ഈ സിറ്റി സർവീസിൽ ഓടുന്ന ബസ്സുകളെല്ലാം തന്നെ തടയുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാവിലെ ആദ്യഘട്ടത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ കൂടുതൽ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് ഇത്തരത്തിൽ ആളുകൾ പോയിട്ടുള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇന്ന് ഒരു ഞായറാഴ്ചയാണ്, അപ്പോൾ മറ്റ് ഇത്രയും ദിവസത്തെ ജോലി തിരക്കുകൾ അവസാനിപ്പിച്ച് ഇന്ന് പുറത്തിറങ്ങാനുള്ള ഒരു സന്തോഷത്തോടെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മറ്റാവശ്യങ്ങൾക്കായി ഇന്ന് പുറത്തിറങ്ങാൻ തയ്യാറായിട്ടുണ്ടായിരുന്ന ആളുകളാണ്. പക്ഷേ ഈ ഒരു ഹർത്താൽ അതിത്രത്തോളം വലിയ അക്രമാസക്തമാകുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെയാണ് കൂടുതൽ ആളുകൾ പുറത്തോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. നിലവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ പ്രതിഷേധങ്ങളിലേക്കാണ് പോകുന്നത്. എന്താണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങളുടെ ഭാഗമായി തന്നെയാണോ ഇത്? ഇന്നലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ 4 മണിക്കാണ് ഇന്നലെ ഹർത്താൽ പ്രഖ്യാപിച്ചത്. DCC പ്രസിഡന്റും MK രാഘവൻ MP-യും KPC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇന്നലെ ക്രൂരമായ മർദ്ദനമാണ് ഏറ്റത്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ പാവപ്പെട്ട വോട്ട് ചെയ്യാൻ വന്ന ചേവായൂരിലെ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ CPM അനുവദിക്കാതിരിക്കുമ്പോൾ ഈ കേരളത്തിന്റെ പോലീസ് അതിന് ഒത്താശ ചെയ്യുകയാണ് ഉണ്ടായത്. ഒരു സംശയവും വേണ്ട, ഇന്ന് കോഴിക്കോട് നഗരത്തിൽ ഒരു ബസ് സർവീസ് നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. നിരവധി യാത്രക്കാർ ഇത്തരത്തിൽ കുടുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആ ആളുകളോട് ഞങ്ങൾ ഇന്നലെ 4 മണിക്ക് തന്നെ ഈ കാര്യം DCC പ്രസിഡന്റ് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ നാട്ടിൽ ജനാധിപത്യം നിലനിർത്തണം, ജനാധിപത്യം സംരക്ഷിക്കണം എന്നുള്ള കൃത്യമായ ഒരു പ്രതിഷേധമാണ് ഈ ഹർത്താൽ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്, അവരാണ് ഇപ്പോൾ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഇന്നലെ 4 മണിയോട് കൂടി ഈ സമരം പ്രഖ്യാപിച്ചതാണ്, ഹർത്താൽ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചതാണ്, വലിയ രീതിയിലുള്ള സമരങ്ങളിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ചതാണ്. എന്നാൽ ഇത്തരത്തിൽ സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ നിരത്തിലേക്ക് ഇറങ്ങുന്നത് അത് ശരിയായിട്ടുള്ള നടപടിയല്ല എന്നിവർ ആരോപിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. അവർ ഇത്തരം വലിയൊരു പ്രതിഷേധത്തിലേക്ക് കടക്കാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് സൂചിപ്പിച്ചതുപോലെ ഈ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ. ആ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചു, CPM-ന് സഹായം ചെയ്തുകൊണ്ട് അവിടെ നിന്നു. അതായത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ സഹായം ചെയ്തു, അല്ലെങ്കിൽ ഒത്താശ ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നത്. ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല ഇത്തരത്തിലൊരു സമരം ചെയ്യുന്നത്, പക്ഷേ ജനാധിപത്യത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്നു. നിരവധി യാത്രക്കാർ ഉൾപ്പെടെ ഇവിടെ കുടുങ്ങി നിൽക്കുന്ന സാഹചര്യമുണ്ട്, യാത്ര ചെയ്യാനാവാതെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം DCC-യുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനമുണ്ട്. DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കമുള്ള ആളുകൾ ഇന്നലെ ഈ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഉൾപ്പെടെ മർദ്ദനമേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ വരുന്ന വലിയ പ്രതിഷേധം എന്ന് പറയുമ്പോൾ അത് കൂടുതൽ പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ നിലവിൽ നിരവധി ആളുകൾ ഇവിടെയുണ്ട്. ചേട്ടാ, യാത്ര ചെയ്യാനായിട്ട് വന്ന് നിൽക്കുന്നതാണോ? ഇല്ല. ചേട്ടാ, ഇവിടെ ബാലുശ്ശേരിക്ക് കുറെ നേരമായി വന്നിരിക്കുന്നു. ഈ ഒരു പ്രഖ്യാപിച്ചാണ്. അപ്പൊ ഇത്ര വലിയൊരു സമരത്തിലോട്ട് പോകുമെന്ന് അറിയത്തില്ല.